ഒമാനിൽ ദോഫാർ ഗവർണറേറ്റിലെ പുതിയതായി നിർമ്മിച്ച മുക്സൈൽ റോഡും പാലവും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും ഇതോടൊപ്പം എളുപ്പമാകും. റോഡ് വികസനത്തിനൊപ്പം ഈ മേഖലയിലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. ദോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദാണ് റോഡ് വികസന പദ്ധതി പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത്. ഖരീഫ് സീസണിൽ ദോഫാറിലെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് പുതിയ മുക്സൈൽ റോഡും പാലവും. 540 മീറ്ററോളം നീളമുള്ള കൂറ്റൻ കോൺക്രീറ്റ് പാലമാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. 12 മീറ്റർ ഉയരമുള്ള 17 വമ്പൻ തൂണുകളിലും ഇരുവശങ്ങളിലെ പില്ലറുകളിലുമായാണ് പാലം നിർമ്മിച്ചത്. മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മുക്സൈൽ വാട്ടർഫ്രണ്ട്, മർനീഫ് ഗുഹ, കടൽ പ്രതിഭാസമായ ബ്ലോ ഹോളുകൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഇതോടെ കൂടുതൽ എളുപ്പവും രസകരവുമാകും. തുരങ്കപാതയും റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായുണ്ട്. വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളും 7 മീറ്റർ വരെ വീതിയുള്ള നടപ്പാതയും വഴിവിളക്കുകളും മറ്റു പ്രത്യേകതകളാണ്. ഒമാന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നവർക്ക് വേറിട്ട യാത്രാനുഭവം സമ്മാനിക്കുന്നതാകും പുതിയ പാത. മുക്സൈൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദോഫാറിലെ പ്രധാന വിലായത്തുകളായ റുക്കിയത്ത്, ദൽകൂത്ത് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും കൂടുതൽ സുഗമമാകും. പദ്ധതിയുടെ 1-ാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായത്. മനോഹരമായ അലങ്കാര പണികളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന 2ാമത്തെ ഘട്ടം അടുത്ത വർഷം ആദ്യപാദത്തോടെ പൂർത്തിയാക്കുമെന്ന് ഗതാഗത വകുപ്പ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷംഖി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, സലാല.